സാക്ഷ്യം പറയാൻ ഇടവരണം. ഇന്ന് അതായത് കോഴി തൻ കുഞ്ഞിനെ ചിറകിൻ കീഴിൽ എന്ന പോലെ കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മേലെ വഹിക്കുന്ന പോലെ എണ്ണി എണ്ണി സ്തുതിക്കാൻ ദൈവം ഭാഗ്യം തരൂന്നാ പറയുന്നത്. എന്താ പറഞ്ഞ എണ്ണി എണ്ണി സ്തുതിക്കാൻ. അങ്ങനെയെങ്കിൽ കണ്ണുകളെ അടച്ച് പഴയ നിയമത്തിലെ ജോസഫിന് എണ്ണാൻ കഴിയുന്ന കുറെ സഹനം ഉണ്ടായിരുന്നു. എന്നെ പൊട്ടക്കിണറ്റിലിട്ടു, അടിമക്കാർക്ക് വിറ്റു, വസ്ത്രം കീറി, എന്നെ ജയിലിൽ അടച്ചു, കള്ളക്കേസുണ്ടാക്കി, 5 വിരളെ തീരുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവാനുഗ്രഹം കയറി വന്നപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അവന്റെ സമ്പത്ത് അവൻ അളക്കാൻ കഴിയാത്ത വന്നതുകൊണ്ട് അളവ് നിർത്തിയെന്ന്. അതായത് ദൈവം നിനക്ക് ചില അനുഗ്രഹങ്ങൾ തരുമ്പോൾ അത് അളവിൽ കൂടുതലായിരിക്കും. ഇന്ന് ചിലപ്പോൾ എണ്ണി നോക്കുമ്പോൾ വീട്ടിൽ പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട്, മക്കളിൽ പ്രശ്നമുണ്ട്, ആ പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ട്, കടബാധ്യതയുണ്ട്, രോഗമുണ്ട്, പ്രയാസമുണ്ട്, നാളെയെക്കുറിച്ച് ഉത്കണ്ഠയുണ്ട്, ആകുലതയുണ്ട്. സാരമില്ല, എണ്ണി എണ്ണി സ്തുതിക്കാൻ ദൈവം നിനക്ക് ഭാഗ്യം തരും. എണ്ണി എണ്ണി പറയാൻ നിനക്ക് അനുഗ്രഹങ്ങളെ ദൈവം തരും. ഒരു നിമിഷം ആ കരങ്ങളെ ഒന്ന് ഉയർത്താമോ? കണ്ണുകൾ അടച്ച് നിങ്ങളുടെ കുടുംബത്തെ, വീടിനെ ഒന്ന് മനസ്സിൽ കണ്ടേ. അവിടെ ഒരു വിടുതൽ ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മനസ്സിൽ കണ്ടേ. അവർ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന സമയമായി. യുവതി യുവാക്കളുണ്ട്. ആരെങ്കിലും പാസ്പോർട്ടായിട്ടോ ഏതെങ്കിലും രാജ്യത്ത് പോകണം, ഇന്ന ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരോ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഒരു നിമിഷം നിങ്ങൾ എണ്ണി എണ്ണി സ്തുതിക്കാൻ ദൈവം ഭാഗ്യം തരും. ഇന്ന് വീടില്ല, ഇന്ന് കടബാധ്യതയാണ്, രോഗമാണ്, ചില മാരക രോഗങ്ങളുണ്ട്. അവിടെ എല്ലാ സൗഖ്യത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ സൗഖ്യം ഉണ്ടാകട്ടെ. വഴി തെറ്റിപ്പോയ മക്കളുണ്ടോ? മദ്യത്തിനോ മയക്കുമരുന്നോ ലഹരിക്കോ അടിമപ്പെട്ട് വഴിതെറ്റിപ്പോയ മക്കൾ, അവർ തിരിച്ചു വരാൻ ഇടവരട്ടെ. അവരിൽ ഒരു അത്ഭുത വിടുതൽ ഉണ്ടാകട്ടെ. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, ഒരാൾ പോലും നശിച്ചു പോകാൻ പാടില്ല. 2 കരങ്ങളെ ഉയർത്തി സകല നിയോഗങ്ങളെ ഓർത്തുകൊണ്ട് കുടുംബം അനുഗ്രഹിക്കപ്പെടണം, വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടണം, ബിസിനസ് അനുഗ്രഹിക്കപ്പെടണം, വരുമാന മാർഗം അനുഗ്രഹിക്കപ്പെടണം, ആരോഗ്യം അനുഗ്രഹിക്കപ്പെടണം, അടുത്ത വർഷം അനുഗ്രഹമാകണം, ഈ ആലയം അനുഗ്രഹിക്കപ്പെടണം, വൈദികർ അനുഗ്രഹിക്കപ്പെടണം, സിസ്റ്റേഴ്സ് അനുഗ്രഹിക്കപ്പെടണം, ശുശ്രൂഷകർ അനുഗ്രഹിക്കപ്പെടണം, ഈ ജനം അനുഗ്രഹിക്കപ്പെടണം, ഈ ജനം അനുഗ്രഹിക്കപ്പെടണം, സത്യ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. ശബ്ദം ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ശബ്ദം ഉയർത്തി, ശബ്ദം ഉയർത്തി, ശബ്ദം ഉയർത്തി. എല്ലാവരും ഒന്ന് കരമടിച്ച് ഓഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ അർത്ഥം പറഞ്ഞു പാടാം. അഴുകന്തൻ കുഞ്ഞിനെ ചിറകിലെ വഹിക്കും പോലെ പറയാമോ? ഓഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകന്തൻ കുഞ്ഞിനെ ചിറകിലെ വഹിക്കും പോലെ. അതുകൊണ്ട് എണ്ണിയ തീരാത്ത നന്മകൾ ചൊല്ലിയ തീരാത്ത വൻകൃപകൾ. എണ്ണിയ തീരാത്ത നന്മകൾ ചൊല്ലിയ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ, കൃപയാ, ദൈവ കൃപയാ, നിർത്തിയിടും ദയയാ, ദയയാ, നിത്യദയയാ. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകന്തൻ കുഞ്ഞിനെ ചിറകിലെ വഹിക്കും പോലെ. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകന്തൻ കുഞ്ഞിനെ ചിറകിലെ വഹിക്കും പോലെ. എണ്ണിയ തീരാത്ത നന്മകൾ ചൊല്ലിയ തീരാത്ത വൻകൃപകൾ. എണ്ണിയ തീരാത്ത നന്മകൾ ചൊല്ലിയ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി.
നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ, കൃപയാ, ദൈവ കൃപയാ, നിർത്തിയിടും ദയയാ, ദയയാ, നിത്യദയയാ. എണ്ണിയ തീരാത്ത നന്മകൾ, ചൊല്ലിയ തീരാത്ത പങ്ക്. എണ്ണിയ തീരാത്ത നന്മകൾ, ചൊല്ലിയ തീരാത്ത പങ്ക്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ശബ്ദമുയർത്തി സ്തുതിക്കുക.